സുബ്രഹ്മണ്യ സ്വാമിയെയും ശിവഭഗവാനെയും വേർതിരിച്ചു കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭഗവാന്റെ സന്നിധിക്കു നേരെ മുരുകഭഗവാന്റെ സന്നിധി ഉള്ളത്. കാരണം തന്റെ പുത്രൻ എന്തു ചെയ്യുന്നു എന്ന് എപ്പോഴും ശിവഭഗവാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. ലോകത്തിന്റെ തന്നെ നാഥനായ മഹാദേവൻ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ണിയാണെങ്കിൽ പോലും ഓം എന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥം തന്റെ മകനായ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിച്ച് മനസ്സിലാക്കി തന്റെ ഗുരുവായി ഏൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ സ്വാമിമലയിൽ ഇന്നും തകപ്പൻ സ്വാമി എന്ന പേരോടുകൂടി സുബ്രഹ്മണ്യ സ്വാമി അറിയപ്പെടുന്നത്. തനിക്കെന്ന ഒരു നാട്, തനിക്കെന്ന ഒരു ലോകം എന്ന് പറഞ്ഞ് തന്റെ പിതാവിനോട് പോലും പിണങ്ങി പഴനിമലയിൽ വന്നിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് ആ കോപം വേറെ ആരുടെ കയ്യിൽ നിന്നുമല്ല വന്നിരിക്കുന്നത്, തന്റെ പിതാവായ മഹാദേവന്റെ കയ്യിൽ നിന്നും തന്നെയാണ്. തന്റെ അച്ഛൻ മാത്രം തിരുനാവുക്കരസിനെ കൂടെ കൂട്ടി, നാദസംബന്ധരെ കൂടെ കൂട്ടി, അതുപോലെ തന്നെ എനിക്കും അരുണഗിരിനാഥരെ കൂടെ കൂട്ടണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി അരുണഗിരിനാഥരെ തന്നോടൊപ്പം തന്നെ